വന്നല്ലോ മുതല്. പെണ്ണെ, എന്നെ പിടിക്കാൻ വന്നാണല്ലോ, നിന്നെ കൂടെ ഞാൻ തടയ്ക്കാടും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊരു ഉണ്ടേം പറയില്ല. അയാൾക്ക് പറയുന്നത് കേൾക്കാൻ വന്നതാ. ഞാൻ വന്നില്ലെങ്കിൽ അയാൾ ചാടിയില്ലെങ്കിലോ ഒന്ന് മാറിക്കാടുന്നു. കണ്ടോ, പെണ്ണൊരുത്തിയെ കണ്ടപ്പോ ഇവിടെ ചാവാ നിൽക്കുന്ന ഒരുത്തിനെ ആർക്കും വേണ്ട. ആ വക്കീലുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഇത്രയും നാൾ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ച എന്റെ ഭാര്യ എനിക്ക് അന്ത്യകൂദാശ നൽകാൻ ഫാദർ കുന്നുമേലുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈശോമിശിഹായ്ക്ക് സുഖം തന്നെയില്ല അച്ചോ? ആദ്യം അന്ത്യകൂദാശ വൈകിട്ടച്ചോ ചൊല്ലിയോട്ടെ. ഇവരെന്താണ് ഈ പറയണത്? കാര്യാക്കണ്ട ചൊല്ലിക്ക്. ആത്മഹത്യ ചെയ്യാൻ പോണവന് അന്ത്യകുദാശയായി. സഭാ നിയമത്തിനെതിരാണ്, നടക്കില്ല. കുറച്ച് സമയം കിട്ടാൻ വേണ്ടിയാണ് ചോ. അവനെ അവിടെ തൂക്കിയെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ചൊല്ലുന്നുണ്ടോ ഇല്ലയോ? അവസാനം താകരല്ലേ ചൊല്ലി. ചൊല്ലുന്നുണ്ടോ ഇല്ലയോ? തോമസേ, സഭാ നിയമത്തിന് ചേരാത്ത കടുകൈ ചെയ്യാൻ നീ എന്നെ പ്രേരിപ്പിക്കരുത്. എന്നെ സഭയെന്ന് പുറത്താക്കും. പുറത്താക്കിയ പണിയെടുത്ത് ജീവിക്കണച്ചോ. തോമസേ, എനിക്ക് കുർബാന ചെല്ലാനും ബാസ്കറ്റ്ബോൾ കളിക്കാനും മാത്രമേ അറിയൂ കുഞ്ഞെ. ചൊല്ലുന്നുണ്ടോ ഇല്ലയോ? ഞാൻ 3 എണ്ണം ഇല്ല, ഞാൻ താഴേക്കാണ്. 1 2. ശരി, ചൊല്ലാം. ആ അങ്ങനെ വഴിക്കുക. പിന്നെ പ്രേക്ഷകരിലെ ക്രിസ്ത്യാനികളോട് ഒരു അപേക്ഷയുണ്ട്. കൂദാശ ചൊല്ലിനിടയിലുള്ള കൃത്യമായ ഇടവേളകളിൽ ആമേൻ ചൊല്ലി അനുഗ്രഹിക്കേണ്ടതാണ്. ഓക്കെ. ഈ തണ്ടയ്ക്ക് ചാവാന വരും. ഒന്ന് മാറിക്കേ. അച്ഛൻ അന്ത്യകുദാശ കൊടുക്കുന്നാ തോന്നുന്നു. ഏയ് കൊടുക്കൂല. പറ്റണ്ട, ഒന്ന് പോ പാഞ്ചേട്ടാ. ഞാൻ തന്നെ. ഒരു മിനിറ്റ്. റെഡി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സഹോദര, നിന്നെ സൃഷ്ടിച്ച സർവശക്തനായ പിതാവിന്റെ നാമത്തിൽ, നിനക്ക് വേണ്ടി പീഡകൾ സഹിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ലോകത്തു നിന്നും നീ ശാന്തിയും ആനന്ദവും നിറഞ്ഞ സ്വർഗരാജ്യത്തേക്ക് യാത്രയായാലും, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. നിർത്തിക്കാച്ച, ബോറടിച്ചു. ഇതുവരെ ആരും ഒപ്പീസ് പാടുമ്പോൾ എന്നോട് നിർത്താൻ പറഞ്ഞിട്ടില്ല. എന്താ? അവരെല്ലാം മരിച്ചു കിടക്കുകയായിരുന്നു. കഷ്ടം. ഹലോ, വല്ലതും നടക്കോ? റോപ്പ് കോപ്പ് കൊറേ നേരമായല്ലോ ചെരക്കുന്നത്. എന്നാ പിന്നെ നീ വന്ന് ചാടി പിടിക്കണം. തന്നെ പെടലി വരണ്ടായിരുന്നു. ഓ, അവൾക്ക് മയക്കൊന്നും വേണ്ട. പയ്യെ പറഞ്ഞ പയ്യന്നൂര് നിൽക്കുന്ന ശബ്ദമാ, ശബ്ദരേഖ. തന്റെ തൊട്ടിത്തരങ്ങൾ കൊച്ചെടുത്താണ് എന്റെ ശബ്ദം കൂടി പോയത്. മോളെ കൂൾ ഡൗൺ. ഒന്ന് പോലേപ്പാ. എന്റെ അടുത്താ അവൻ ചോദിക്കേണ്ട ഉത്തരം പറയടി. എടീ, നിന്നെ കെട്ടി അന്ന് പോലാടി ഞാൻ തൊട്ടിയായത്. അത് നിനക്കൊരു ചേർച്ചയാവാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ച. അവിടെ അവൻ തോറ്റി. കറക്റ്റാണടാ. കല്യാണാൽബത്തിലല്ലാണ്ട് ജീവിതത്തിൽ നിന്നൊരു മുട്ടിയിരുന്നുണ്ടോടി. മുട്ടിക്കാനുള്ള കണ്ടീഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. തന്നെ കൊണ്ട് പറ്റാനിട്ടല്ലേ? അതെ, നിങ്ങളൊക്കെ കേക്കണം. സ്വന്തമായിട്ട് 4000 സ്ക്വയർ ഫീറ്റ് വീട്, 50 ലക്ഷം രൂപയുടെ ബാങ്ക് ബാലൻസ്, പ്രീമിയം കാറ്. നിന്റെ ഈ മറുതേരെ മുട്ടാളെ കണ്ടീഷൻസ് ആണ് കേട്ടാ. എന്റെ എടി പറ്റാഞ്ഞിട്ടല്ലടി, അതും പറ്റുമായിരുന്നു. ഞാൻ കൈക്കൂലി വാങ്ങിയിരുന്നെങ്കിൽ. ആഹാ, ശമ്പളം തന്നെ മതിയായിരുന്നല്ലോ. കിട്ടണത് മുഴുവൻ കൂട്ടുകാരെ കഴിയിപ്പിക്കാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൂട്ടുകാരടി നിനക്ക് എന്നെ കെട്ടാൻ തോന്നിച്ച IRS-കാരനാക്കിയത്. ജീവിക്കാൻ വേണ്ടിയായിരുന്നില്ലല്ലോ. നിങ്ങൾ തന്തനെ നോക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ കെട്ടിയത്? ഓ, തന്തേനെ നോക്കിയ പുണ്യം നീ പറയണ്ട. ഏതോ ഒരു ജന്തു മറ്റുള്ള നീ അപ്പനെ കണ്ടിട്ടുള്ളൂ. ഓ, അൽഷിമേഴ്സ് അടിച്ച് ബോധവും പോയി മുറ്റത്തിരുന്ന് അപ്പിടുന്ന ആളെ പിന്നെ എങ്ങനെ നോക്കണം? ചിരിക്കണ്ട. നിന്റെ അപ്പനെ കയറി വന്നാലും ദേ ഇതൊക്കെ തന്നെ ചെയ്യും. ഞാൻ ചിരിച്ചൊന്നുമില്ല. വാ എടുത്താ നുണേ പറയുള്ളൂ. വെറുതെ അല്ലേ നീ മീഡിയായി പോയി. ഹലോ കണ്ണേട്ടാ, മോന്റെ പേര് പറഞ്ഞ അച്ഛൻ വിളിച്ചോളും. നീ ആ ഫോൺ കുഞ്ഞിന് ചെറിയ വെച്ചു കൊടുത്തേ, ഞാൻ വിളിച്ചോളാം. ഊർണനാഭൻ നായർ. എന്തായിട്ടാ പേര്? ഊർണനാഭൻ നായർ. വെച്ചേ. ഡാടാ, ഒന്ന് പോയടാ പോർക്കെ. വല്ല ആവുന്ന പണിക്കും പോടാ. പിന്നെന്താ കാവടിയാടാ. സോറി. ഇതൊന്നും അല്ലാതെ തനിക്ക് വേറൊരു കുറ്റവും പറയാനില്ലല്ലോ. നീ ഒറ്റൊരുത്തിയാടി എന്നെ നിലയിലാക്കിയത്. അന്ന് മാന്നാനം ഡിഫൻസിൽ വന്നു കയറി വിളിച്ചു പോയിട്ടല്ലടി അവര് ഞാൻ ആരാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് വേണ്ടി അവരെ കാശ് അവിടെ മാറ്റിയത്. നിങ്ങൾ അവിടെ CID കളിക്കാൻ വന്നാണെന്ന് ഞാൻ അറിഞ്ഞ.
വെള്ളമുണ്ടും ചന്ദന പൊട്ടൊക്കെ ആയിട്ട് നിങ്ങൾ മാല പണയം വെക്കാൻ വേണ്ടി വന്നപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അവിടെ വേറെ സെറ്റപ്പ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് അവന്മാർ അന്നീ കണ്ട നോണ മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോ നിന്റെ ഈ കള്ള നാക്ക് അവിടെ പോയി ചെട്ടിക്കാടി പള്ളിയിൽ നൊമേന് കൂടാൻ പോയത്. അത് നിങ്ങൾ നാറി നാണം കിടന്ന് കാണാനുള്ള സുഖം കൊണ്ടാ. സഹിച്ചോ? ഞാനിട്ടാണ് ഈ നാട്ടിൽ ഉപ്പേരി കരിമ്പോഴായിരിക്കും. സോറി സാർ. ഇത്രയൊക്കെ സഹിച്ചത് പോരേടി. അന്തസ് വേണോടി, അന്തസ്. 2 കൊല്ലായില്ലേ ഡൈവേഴ്സ് പെറ്റീഷൻ തയ്യാറാക്കി വെച്ചിട്ട് അതും ഒപ്പിട്ടിട്ട് പോവില്ലെന്ന് പറഞ്ഞു പോകാനുള്ള അന്തസ് കാണിക്കണമായിരുന്നു. അല്ലാതെ വെറുതെ കച്ചറുണ്ടാക്കാം. നിന്റെ ഈ കള്ള നാക്ക് അവിടെ പോയി കണ്ടോ? ചെട്ടിക്കാടി പള്ളിയിൽ നൊമേന് ഇവരുടെ ഫാമിലി ഇഷ്യൂ മാന്നാനംകാർ ഉപയോഗിക്കുകയായിരുന്നു. അന്ന് പൊളിറ്റിക്കൽ പ്രഷർ വന്നതുകൊണ്ടാ ഞാൻ തോമസിനെതിരെ കേസെടുക്കാൻ പറഞ്ഞത്. ഈസ് എ ജെന്യൂൻ ഓഫീസർ. സത്യമായിട്ടും ടോംസേ, ഇങ്ങോട്ട് വരാൻ പോലീസ് ഫോൺ ചെയ്തപ്പോ ഫാദർ രേഖ എന്റെ കൂടെ ഓഫീസിലുണ്ടായിരുന്നു. ഡൈവോഴ്സ് പെറ്റീഷൻ ഒപ്പിടാൻ വന്നതാ. അപ്പഴാ നിന്റെ ഈ സർക്കസ് ഞങ്ങളുടെ ടി വി കാണുന്നത്. അപ്പൊ അവൾ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. കറക്റ്റല്ലേ? അതെ, അതിന്റെ കാരണം പറഞ്ഞു. അത് ഞാൻ മതി, കുറെ ഞാൻ പറയാം. ഒരു കാരണവും പറഞ്ഞില്ല. കണ്ടോ കണ്ടോ അവള് മയക്ക് തട്ടിപ്പറിച്ച് കണ്ടോ? നിങ്ങളൊക്കെ കേക്കണം. ഞാൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അവൾക്ക് ലാഭം ഞാൻ മരിക്കുന്ന. അവൾ എന്തു പറഞ്ഞു എന്ന് ഞാൻ പറയാം. മാലിപ്പുറത്ത് എനിക്ക് ആകെയുള്ള 10 സെന്റ് സ്ഥലം, അത് വിധവയ്ക്കുള്ളതല്ലേ. പിന്നെ സെൻട്രൽ സർവീസിൽ ഇവൾക്ക് ഡൈങ് ഇൻ ഹാർനസിൽ ജോലി. അല്ല വക്കീലേ? അല്ലേ? ടോംസേ, ഇല്ലാത്ത കാര്യം പറയരുതിട്ടാ. ഡൈങ് ഞാനസിന്റെ കാര്യം രേഖ പറഞ്ഞിട്ടേ ഇല്ല. തലത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എവിടെയാണ് ഡൈവോഴ്സ് പെറ്റീഷൻ? ഞാൻ കൊടുക്കുന്നു. അവളെ വേണ്ട. പോയല്ലേപ്പാ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യനായിട്ട് ഏർപ്പെടുത്താൻ പാടില്ല. മനസ്സമാനത്തോട് ഒരു മരിക്കട്ടെ. ഇവിടെ ലാസ്റ്റ് പേജിലൊന്നും വക്കീലേ, കള്ളപ്പാണോ നോക്കിയേ. ഒറിജിനല്ല. ദാ, ഒപ്പിട്ടിട്ടുണ്ട്. ഇത് കിട്ടാത്തതിന്റെ പേരിൽ താൻ ചാടാണ്ടിരിക്കണ്ട. ചാടണോ? എടാ, ചാടണോ? എന്താ താൻ ചാടാണ്ടിരിക്കുന്നത്? സർ പ്ലീസ്. എടാ, ചാടണോ? വേണ്ട സർ. സർ പ്ലീസ്. അച്ചോ, ഇവരെ വിളിച്ചിട്ട് പോയെ. എടാ, വാക്കിന് വില വേണോ? ചാടണോ? വീട് ചാടണോ? ചാടണോ? I'm on the way. സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ളതൊരു വാശി മാത്രമെന്നാ ഇപ്പൊ തോന്നുന്നത്. അത് കിട്ടിയാലും പിന്മാറുമെന്ന് വിശ്വസിക്കാൻ വയ്യ. സ്ട്രാറ്റജിക് ഓപ്പറേഷൻ എന്തായി? ഓപ്പറേഷനെ കുറിച്ചുള്ള കോഷ്യസ് ആണ്. ഓ റിയലി? എന്തായാലും തോമസിന്റെ കണ്ണിൽ പെടാതെ സുന്ദരം 5th ഫ്ലോറിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ ഷുവർ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്നാലും ഒരു സ്ത്രീയല്ലേ, ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച്. ആ, നീയല്ലേ വിളിച്ചു വരുത്തേ? നല്ല ചീത്ത വിളിക്കാന്നുണ്ട്. പറ്റിപ്പ കർത്താവേ, കുറച്ചും കൂടെ കൺവിൻസിങ് ആക്കായിരുന്നു ഈ പെണ്ണിന്റെ സൃഷ്ടി. സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡർ എന്തായി? ഇപ്പൊ എത്തും സർ. അതെത്തുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. ചുമ്മാ ഒരു പ്രഷർ ഇട്ടല്ലേ. സർ, യെസ്. പേപ്പർ കൊടുക്കാൻ വേണ്ടി സാർ കഴിയേണ്ടതും അയാളെ ജനലിനടുത്തേക്ക് വിളിക്കണം. അയാൾ വരൂ, ഒന്ന് ശ്രമിക്കുക. പിന്നെ 3-4 സെന്റൻസ് സർവീസിനെ കുറിച്ചോ മറ്റെന്തെങ്കിലോ പറയാൻ ഒന്ന് കരുതി വെച്ചോ. ഓക്കെ. ഓക്കെ, കമാൺ ഫാസ്റ്റ്. നിന്റെ ക്യാമറമാൻ താഴെ തന്നെ ഇല്ലേ? ഉവ്വ്. നിനക്കൊരു ഫേവർ, അവനെ വിളിച്ച് എന്നെ ഫോക്കസ് ചെയ്യുന്നോളാൻ പറ. ഞാൻ താഴേക്ക് ചാടുന്നതിന്റെ എക്സ്ക്ലൂസീവ് ഷോട്ട് നിനക്ക്. സർ പ്ലീസ്, 2 മിനിറ്റ് ഓർഡർ ഇതാ എത്തി. അവിടെ നിന്ന് മാറ്. പെൺപിള്ളേര് കാണേണ്ട കാഴ്ചയല്ല. സർ അറിയിക്കടേ. പ്ലീസ്. മാറിക്കടേ. തോമസ് സാറോ? ചാടരുത്. ഏ? ദാ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡറാ. വലിയ ബുദ്ധിമുട്ടായില്ലേ? ഏയ് തോമസ്, ഒരു മിനിറ്റ്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ അപേക്ഷയാണ്, പ്ലീസ്. സാറ് പറഞ്ഞോ.
ഒന്ന് അടുത്തേക്ക് വാ, രഹസ്യമാ. പുറത്തറിഞ്ഞ എന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാ. പ്ലീസ്. ഇല്ലെങ്കിൽ മനസാക്ഷി കുത്തുകൊണ്ട് ഞാൻ ചത്തുപോകും. അതുകൊണ്ടാ. പ്ലീസ്. വേറെ ആരുമല്ല, ഞാൻ തന്നെ എല്ലാത്തിനും കാരണം. സെർച്ച് ഓർഡർ തരാതിരിക്കാൻ ഞാനൊന്ന് മനഃപൂർവ്വം മാറി നിന്നതാ. അതെനിക്ക് അന്നേ മനസ്സിലായി. അല്ല തോമസ്, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. തോമസ് പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. തോമസ്, തോമസ്, ഞാനൊന്ന് പറഞ്ഞു തീർന്നിട്ട് പോയിട്ട് തോമസ്, എനിക്കൊന്ന് പറയാൻ അവസരം താ. എനിക്ക് മനസ്സിലായി. എന്തുവാണോ ഇത്? സ്ട്രാറ്റജിക് ഓപ്പറേഷൻ സർ. അതെന്റെ നെഞ്ചത്താണ് നടന്നത്. മാറണം അങ്ങോട്ട്. മനുഷ്യന്റെ നാട് ഓടിച്ചു. മാറിക്കളഞ്ഞ സർ. ചേറ്റ പാട്ടി. സാറിന് നടുവേദന നേരത്തെ ഉള്ളതാണോ? വരവ് വളരെ ഗംഭീരായിരുന്നു. പക്ഷെ ജിബിനിക്കൽ പാളിപ്പോയി. കൊണ്ടുപോടോ. എന്താ കണ്ണേട്ട മോൻ ഭയങ്കര കരച്ചില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? അതിനെ ചുരുട്ടി കൂട്ടി വരെ കിണറ്റിലെറിയടി. സോറി സാർ. എല്ലാവരും ക്ഷമിക്കണം. സോറി, നിരാശപ്പെടുത്തിയത് സോറി. സന്തോഷമായി. ഞാൻ ഇന്നുപോലെ കൂടി നിർത്തി കേട്ടാ. എന്റെ ഒരു ദിവസം ശമ്പളങ്ങളെ താൻ രക്ഷിച്ചു. അന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഇതാരീ അട്ടപ്പത്തേക്ക് ഇവിടെ കൊണ്ടുവച്ചാണ്. അടുവടിഞ്ഞു. അയ്യോ, പോയല്ലോ. Oh God, then it was a robbery. Not a robbery. It was a raid, sir. അത് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാണ് ഞാൻ. But how can you do that? എന്നാ പിന്നെ എവിടെ ഇറങ്ങേണ്ടതെന്ന് പറ. ആയിട്ടില്ല, മുമ്പോട്ട് പോട്ടെ. എന്താ സാറേ? അതെ, താൻ പോയിട്ട് ഒരു ബോട്ടിൽ പിടിച്ചിട്ടോ. എന്താ സാറേ ടോർച്ചടിച്ച് നോക്കുന്നത്? ഒന്നുമില്ല, നമുക്ക് മാമംഗലം വരെ പോകാം. ശരി സാർ. കുപ്പി ഇപ്പൊ കൊണ്ടുവരാം. ചെകുവരാശാൻ. ഓ, ചൗരോ ആശാൻ. ഒരു കുപ്പി മേടിച്ചിട്ടാ. സെയിം ബ്രാൻഡ്. സെയിം ബ്രാൻഡ് ഈ സമയത്ത് എവിടെ കിട്ടാൻ? അതെ, ഈ പണയം വെക്കാൻ കൊണ്ടുവന്ന കമ്പലിന്റെ ആണി കാണാൻ. ആശാനെ സാധനം മാമംഗലം ബ്രാഞ്ചിലുണ്ട്. ഈ ഫുട് പ്രിന്റ് മണ്ണ് പരിപാടിയൊക്കെ നടക്കണ കാര്യമാണോ? മണ്ണ് ചാരൊക്കെ വെച്ചിട്ട് സാക്ഷാത് ഷെർലക് ഹോംസ് പണ്ട് വരെ കളിച്ചിട്ടുള്ള അത് വിട്. അപ്പൊ ഈ കേസും പട്ടുമൊക്കെ കളിയായിരുന്നു.
കൈവച്ച പോലീസിനെ വിളിക്കുന്ന അവളുടെ സ്ഥിരം ഡയലോഗ് അല്ലേ? എല്ലാം കൊണ്ടും നശിച്ച് വട്ടായവൻ. എന്നാലേ ആത്മഹത്യകൾ ചെയ്യും. ആ അതോടെ നോക്ക്, ഇത് സൂര്യ ഹോട്ടൽ, ഇത് മാന്നാനം ചിറ്റ് ഫണ്ട്സ്. രാത്രിയിൽ ഹൈ സെക്യൂരിറ്റിയാ, പകല് നടക്കും. പകലോ? അതൊക്കെ പിന്നെ പറയാം. എന്തായാലും ഈ സൺഡേ തന്നെ നടത്തണം. ആ വക്കീലോ? എന്തൊരു പേനും പേപ്പർ കേട്ട് അതെ, പണി നാളെ തന്നെ നടത്തണം. മാറ്റിയെടുക്കാനായിട്ട് എന്തായാലും ഒരു പണം മാറ്റും. ഞാൻ ഇപ്പൊ ഒരു ഷോ കാണിക്കും, ഉടക്കി പോകണം. വേണ്ട സാധനങ്ങൾ ഇന്ന് തന്നെ സംഘടിപ്പിച്ചേക്കണം. അഭിനയിക്കാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ തകർക്കും. ഒന്ന് കൂടെ നിന്ന്. അഭിനയിക്കാൻ അറിയില്ലെന്നാ? അഭിനയത്തിൽ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ച എനിക്കാ. ഏത് പ്രസിഡന്റ്? ചെങ്ങമനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാവ് വത്സൻ 1969. എന്റെ ശവടക്കിന് പള്ളിപ്പറമ്പി പോലും കണ്ടുപോലത്തിന്. നിന്റെ നിലയും വിലയും വെച്ച് അമ്മായിയുടെ തോർത്തു പോയി കയ്യിറപ്പില്ല. അയ്യോ, ചാകാനായിട്ട് മോളിൽ കയറിയേക്കണേ. പോയി ബീറും മുട്ടയും മേടിച്ചോ. ഇതൊന്നും നടപടിയാവണ ലക്ഷണമില്ല പഞ്ചേട്ടാ. ഞാൻ പോയി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് വരാം. ആ സെക്യൂരിറ്റിക്കാരൻ അയാൾ ആദ്യമായിട്ട് കണ്ടത്. അവനോട് ചോദിച്ചാൽ എല്ലാ കാര്യം അറിയാൻ പറ്റും. താങ്കളാണോ സംഭവം ആദ്യമായി നേരിൽ കണ്ടത്? താങ്കളോട് അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ആ ടേക്ക് യുവർ ഓൺ ടൈം, പെട്ടെന്ന് വേണം. അയ്യോ, ആരാണിത്? എന്താണ് ഇവിടെ? ആരാ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് മനസ്സിലായി. ആണോ? ബാഹുബലിയിലൊക്കെ അഭിനയിച്ചാളല്ലേ? ഇല്ലല്ലോ. എന്തേ? അല്ലേ? ആ ബാഹുല്യം കണ്ട പറയൂട്ടാ. പിന്നെ എവിടെ വെച്ചാണ് ഞാൻ കണ്ടത്? മനസ്സമാനത്തോട് ഒരു മരിക്കട്ടെ. വീട് എവിടെയാണ്? തമ്മനം. ഈ തമ്മന്റെ സാറിലയുടെ സാറളയോ? സാറള എന്ത് ചെയ്യുന്നു? സാറിലേക്ക് ഇറച്ചിക്കത്തോടോ? ഹലോ, അവനവിടെ ഉണ്ടല്ലോ സെക്യൂരിറ്റി. പിന്നെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ. സസ്പെൻഷൻ ഓഫീസർക്ക് എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും? സസ്പെൻഷൻ പിൻവലിച്ചല്ലോ. ആ ഓർഡർ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ റെഡി ചെയ്തത്. ഓർഡർ 30 ലക്ഷം രൂപയുടെ അക്കൗണ്ട് മണി റോബ് ചെയ്തു അവരുടെ കംപ്ലൈന്റ്, റൈറ്റ്? ബട്ട് ഇറ്റ്സ് നോട്ട് 30 lakhs. ഇറ്റ്സ് 300 crores ഓഫ് അൻ അക്കൗണ്ട് മണി. അതായത് 300 കോടിയുടെ നിരോധിച്ച നോട്ട്. എന്നിട്ടത് എവിടെ കാണിക്കാം, പക്ഷെ അത് മീഡിയ പ്രസൻസിലായിരിക്കണം. ചാനലിലൂടെ ജനങ്ങൾ സത്യമൊക്കെ അറിയട്ടെ. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ സർ? പറയാം. Just wait for it.
ബാങ്കിൽ എന്താ നടന്നെന്നുള്ളതിന്റെ അവരുടെ തന്നെ CCTV വിഷ്വൽസ്. സാറ് ഞങ്ങൾ എഴുതണോ അതോ? ദാറ്റ് വി വിൽ ഡു. മാന്നാനം ചിറ്റ്സ് ഫണ്ടിന്റെ ചെയർമാൻ, ബോർഡ് മെമ്പേഴ്സ്, മാനേജേഴ്സ്, എസ്പെഷ്യലി കൊച്ചിൻ ജനറൽ മാനേജർ, ഇവരോടും കസ്റ്റഡിയിൽ എടുക്കണം. ബട്ട് തോമസ്, സർവീസിൽ ഇല്ലാത്തവരാണ് പൊളിച്ചകത്ത് കയറിയത്. അതിന്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ്? സാർ, ഒരു ഓഫീസർക്ക് സെർച്ചോ അറസ്റ്റോ നടത്താൻ എമർജൻസി സിറ്റുവേഷൻസിൽ പ്രൈവറ്റ് വ്യക്തികളുടെ സഹായം തേടാം. ഇറ്റ്സ് ദെയർ ഇൻ CRPC itself. ഓക്കെ ഓക്കെ. സാറേ CRPC എന്ന് പറഞ്ഞാൽ എന്താ? ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ആ എന്നുവെച്ചാ ക്രിമിനൽ നടപടിക്രമങ്ങൾ. ആ ഇക്കാര്യം നോക്കിയാ. സാർ, എനിക്ക് പോകാലോ. ഞാൻ അവരെ കൊണ്ടുപോവാം. പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഫിനിഷ് ചെയ്യേണ്ടി വിളിച്ചാൽ മതി. ഞാൻ അവരെ ഹാജരായിക്കൊള്ളാം. ഓക്കെ. പിന്നെ ഞാൻ മീഡിയ ഫേസ് ചെയ്യില്ല. സാർ എന്ന് പറഞ്ഞാൽ മതി. ഒന്നും പറയാനില്ല. എല്ലാം കമ്മീഷൻ സാർ പറയും. സർ 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 1 മിനിറ്റ്. സർ, എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞൂടെ? എന്താണ്? ഇതുപോലുള്ള ഒരു അഡ്വഞ്ചറസ് ഡ്രാമ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ? അത് ഞാൻ കണ്ടൊരു ഇംഗ്ലീഷ് സിനിമ. പോട്ടെ. ഇവൻ മാത്രല്ല, ഇപ്പൊ ഞങ്ങളെയൊക്കെ ഷെർലക്കുമാരാ. ഡേഞ്ചറസ് കളിയായിരുന്നു, അതും വെള്ളം അടിച്ചിട്ട്. ബിയറല്ലേ സാറിന് അതൊക്കെ എന്ത് അല്ലേ സാറേ? മോളെ ഇതൊന്ന് നോക്കിയടി. തുടങ്ങി. ആ മോളെ അതല്ല, നീ ഒന്ന് നോക്കി. ഇതെന്നാ ചാവാൻ നോക്കി ഓഫീസറല്ലേ? പരസ്പര സമ്മതപ്രകാരം വിവാഹമോചനം നേടിയ RCLC യുവാവ്, 40 വയസ്സ്, IRS ഓഫീസർ. ഇത് പുള്ളി തന്നെയാ. അപ്പച്ച, ഇതിനൊരു ആപ്ലിക്കേഷൻ ഇട്ടേക്ക്. എടി മോളെ, ഇത് രണ്ടാം ഘട്ട. സാരമില്ല, റെയർ പീസാ.